നമുക്ക് കിരണിന്റെയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് സരയുവിന് അഡ്വാൻസ് കൊടുക്കുന്ന കാര്യം പറഞ്ഞപ്പോ സരയു പറഞ്ഞു, അല്ല കിരണേ, അത് പിന്നെ ഞാൻ ജോലിക്ക് കയറിയിട്ട് ഒരു ദിവസമല്ല ആയുള്ളൂ. അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട സരയു. ഞങ്ങൾ ഇങ്ങനെ ഇവിടെ എല്ലാവർക്കും അഡ്വാൻസ് ഒക്കെ കൊടുക്കുന്ന അതോർത്ത് നിനക്കൊരു സങ്കടം വേണ്ട. നിനക്ക് അർഹതപ്പെട്ട പണമാണ് തരുന്നേ. പിന്നെ ഫുൾ പേയ്മെന്റ് അല്ലല്ലോ തരുന്നേ, പകുതി അഡ്വാൻസ് ആയിട്ടല്ലേ. നിനക്ക് കുറെ ആവശ്യങ്ങളൊക്കെ കാണൂലേ? ഇത് കല്യാണി പറഞ്ഞു കേട്ടപ്പം സരിയ പറഞ്ഞു, ഞാൻ നിങ്ങളെയൊക്കെ കുറെ ദ്രോഹിച്ചിട്ടുണ്ട്. എന്നിട്ട് ഒടുവിൽ നിങ്ങൾ തന്നെ വേണ്ടി വന്നു എന്റെ ജീവിതത്തെ ഒന്ന് പച്ച പിടിപ്പിക്കാൻ. ഉം. അതെ, ഇനി ആ പഴയ സ്വഭാവത്തിലേക്ക് പോവാതിരുന്നാ മതി. നല്ല രീതിയിൽ തന്നെ ഈ കമ്പനി തുടർന്നാൽ മതി. നിനക്ക് അങ്ങനെയാണെങ്കിൽ ഒരു വീട് വെക്കാനൊക്കെ സാധിക്കും. നീ സിവിൽ എഞ്ചിനീയർ അല്ലേ? നിനക്ക് തന്നെ ഒരു പ്ലാനൊക്കെ വരച്ച് നല്ല രീതിയിൽ ഒരു വീട് വെക്കാലോ. അധികം വൈകാതെ അത് സാധിക്കും. അപ്പോഴേക്കും ഉം, സരുവിന്റെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. സരിയ പറഞ്ഞു, ഈ ഉപകാരം എങ്ങനെ ഇതിന് പ്രത്യുപകാരം ചെയ്യണമെന്ന് എനിക്കറിയില്ല. തൽക്കാലത്തേക്ക് നീ ഞങ്ങൾക്ക് പ്രത്യുപകാരം ഒന്നും ചെയ്യണ്ട. ഉം. ഒരു വീട് പണിതിട്ട് നിന്റെ രണ്ടമ്മമാരെയും നിന്റെ മോളെയും കൂട്ടി നീ അങ്ങോട്ടേക്ക് പോകണം. അവിടെ പോയി നല്ല സന്തോഷത്തോടെ സമാധാനത്തോടും കൂടി ജീവിക്കണം. ഇതൊക്കെ കല്യാണിയും കിരണും പറഞ്ഞു കേട്ടപ്പം സരുവിന് ഭയങ്കര സന്തോഷമായി. അതോടൊപ്പം തന്നെ സരുവിന്റെ കണ്ണ് നിറഞ്ഞു വന്നു. സരു അവരുടെ മുന്നിൽ കൈവോപ്പുവാണ്. അപ്പോഴേക്കും കല്യാണി പറഞ്ഞു, അതിന്റെ ആവശ്യമൊന്നുമില്ല. കിരൺ പറഞ്ഞു, ദേ അതങ്ങോട്ട് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഒടുവിൽ സരു തന്റെ കയ്യിലിരുന്ന കവറും കല്യാണി തന്റെ കയ്യിലിരുന്ന കവറ് സരുവിന് അങ്ങോട്ട് കൊടുത്തു. സരു അത് വാങ്ങി. അപ്പോഴേക്കും കല്യാണി പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, അഡ്വാൻസ് കിട്ടിയ ദിവസമല്ലേ, വീട്ടിലേക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങണമല്ലോ. അതെ, എനിക്ക് വാങ്ങണം. എനിക്ക് കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയാണ് ഞാൻ കുറച്ച് നേരത്തെ പോയിക്കോട്ടെ. നേരത്തെ പോയിക്കോ. ഉം. നാളെ മുതൽ കൃത്യസമയത്ത് വന്നാൽ മതി. അങ്ങനെ സരു അങ്ങോട്ടേക്ക് പോയി. ആ സമയം കല്യാണി പറഞ്ഞു, സരുവിന് നല്ല മാറ്റം ഉണ്ടല്ലേ കിരണേട്ട? അതെ, ഈ മാറ്റം ഇങ്ങനെ മുന്നോട്ട് പോയാൽ മതി. ഒരു കാര്യം ഉറപ്പായി, ഇനിയിപ്പോൾ അവൾക്ക് വേറെ സ്വഭാവമൊന്നും മാറാൻ പോകുന്നില്ല. വേറെ ദുഷ്ട സ്വഭാവമൊന്നും വരാൻ പോകുന്നില്ല. അവളുടെ അനുഭവത്തിൽ നിന്ന് അവൾ പഠിച്ചു. മനോഹർ എന്താന്നും അവൾ ഇത്രയും കാലം ചെയ്തിരുന്ന ദുഷ്ടതകൾ എന്താന്നൊക്കെ അവൾക്ക് മനസ്സിലായല്ലോ. അതോർത്ത് ഇനിയിപ്പം നമുക്കൊരു പേടിയും വേണ്ട. നിന്റെ അച്ഛനെ പോലൊരു മാറ്റമാണ് അവൾക്കും ഉണ്ടായിരിക്കണേ. കുറച്ച് കഴിഞ്ഞപ്പം സരയു മോളെ കാണാനായിട്ട് രൂപയുടെ വീട്ടിലേക്ക് ചെല്ലുക. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോൾ കഥ തുറന്ന് യാമിനിയാണ്. യാമിനിയോടൊപ്പം ശാരിയും കൂടെ അങ്ങോട്ടേക്ക് വന്നു. യാമിനി ചിതെന്താ കുറെ കവറൊക്കെ ആയിട്ടാണല്ലോ വന്നിരിക്കുന്നേ? അതെ, കുറെ കവറുണ്ട്. അല്ല, ഇതെന്താ ഈ കവറിനകത്തൊക്കെ? ഓ, മോൾക്കുള്ള കളിപ്പാട്ടമൊക്കെ ആയിരിക്കുമല്ലേ? മോൾക്ക് മാത്രമല്ല, എല്ലാവർക്കും ഉണ്ട്. കുറച്ച് ഡ്രസ്സൊക്കെയാ. എല്ലാവർക്കും വാങ്ങിയോ? അപ്പോഴേക്കും രൂപയും ചന്ദ്രസേനും വന്നു. രൂപ വന്നിട്ട് ചോദിച്ചു, അല്ല നീ ഇതെന്താ ജോലിക്ക് കയറി ഒരു ദിവസമല്ലേ ആയുള്ളൂ? നിനക്ക് ഇതൊക്കെ വാങ്ങാൻ എവിടുന്നാ പണം കിട്ടിയത്? അപ്പോഴേക്ക് സരയു പറഞ്ഞു, ഇത് എനിക്ക് കിരൺ തന്ന. കിരൺ തന്നോ? ചന്ദ്രസേന ചോദിച്ചു, എന്താ അഡ്വാൻസ് കിട്ടിയോ? അഡ്വാൻസ് കിട്ടിയങ്ങളെ. അപ്പൊ ഞാൻ എല്ലാവർക്കും വേണ്ടി കുറെ ഡ്രസ്സൊക്കെ വാങ്ങിയതാ. എന്തിനാ സരയു ഇങ്ങനെ പണം വെറുതെ കളയണേ? ഇങ്ങനെ പൈസ കളയേണ്ട കാര്യമുണ്ടോ? രൂപ ഇത് ചോദിച്ചു കേട്ടപ്പോൾ സരയു പറഞ്ഞു, ആദ്യമായിട്ട് കിട്ടിയ ശമ്പളമല്ലേ, അപ്പൊ എല്ലാവർക്കും കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങാന്ന് കരുതി ഞാൻ എല്ലാവർക്കും വാങ്ങിയതാ. എന്തിയനും മോളെന്തിയെ? അവള് മുറിയിലുണ്ടെന്ന് ശാരി പറഞ്ഞു. അപ്പോഴേക്ക് യാമിനി പറഞ്ഞു, അല്ല ഡ്രസ്സൊക്കെ വാങ്ങി, പക്ഷെ ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? ഉം. ശാരി പറഞ്ഞു, അവൾക്ക് സന്തോഷമെന്ന് തോന്നി വാങ്ങിക്കൊണ്ട് വന്നല്ലേ, ആദ്യം കിട്ടിയ ശമ്പളത്തിൽ നിന്ന് വാങ്ങിയതല്ലേ. ഉം. ശരി, മോള് കൊടുത്തോ? മോൾക്ക് കൊണ്ട് കൊടുത്തോളം പറയാം. മോൾക്ക് വേണ്ടി മാത്രമല്ല, എല്ലാവർക്കും വേണ്ടി ഞാൻ വാങ്ങിയിട്ടുണ്ട്. അതും പറഞ്ഞ് യാമിനിക്ക് കൊടുത്തു. യാമിനി പറഞ്ഞു, എനിക്കിത് വേണ്ടായിരുന്നില്ല. എന്നാലും അതല്ലല്ലോ. രൂപയ്ക്ക് ചന്ദ്രസേനും എല്ലാവർക്കും കൊടുത്തു. ഭയങ്കര സന്തോഷമായി ശാരിക്ക് ഇത് കണ്ടപ്പോൾ. അപ്പോഴേക്കും ചന്ദ്രസേനൻ ചോദിച്ചു, അല്ല എല്ലാവർക്കും വാങ്ങി, നിന്റെ അമ്മയ്ക്ക് വാങ്ങിയോ? യാമിനി ചോദിച്ചു, അമ്മയെന്ന് പറയുമ്പോൾ ഏതമ്മയെ? രണ്ടമ്മമാരുണ്ടല്ലോ, അതിലൊരമ്മയ്ക്ക് വാങ്ങി. ആ സമയത്ത് സരയു പറഞ്ഞു, എനിക്കറിയാം, എൻ്റെ രണ്ടമ്മമാർക്കും ഞാൻ വാങ്ങി. വരുന്നോ എൻ്റെ പെറ്റമ്മയാണെങ്കിലും ഒന്ന് എൻ്റെ പോറ്റമ്മയാണ്. ഈ അമ്മ എനിക്ക് തള്ളിക്കളയാൻ പറ്റില്ലല്ലോ. എൻ്റെ ജീവിതത്തിൽ എന്നെ കൈപിടിച്ച് മുന്നോട്ട് നയിച്ച അമ്മയല്ലേ. കാരണം എനിക്ക് എൻ്റെ പെറ്റമ്മ ഏതാ പോറ്റമ്മ ഏതാന്നും എനിക്കറിയത്തില്ലാത്തൊരു സാഹചര്യം സമയമൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ എന്തൊക്കെയോ കാണിച്ചു കൂട്ടി വെച്ചു. പക്ഷെ എന്നാലും എനിക്ക് എൻ്റെ വളർത്തമ്മയെ എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല. എന്നെ ഇത്രത്തോളം വളർത്തി വലുതാക്കിയതല്ലേ. അപ്പൊ എനിക്കൊരു പെറ്റമ്മയെ കിട്ടിക്കഴിഞ്ഞപ്പോൾ എന്നെ ഇത്രയും കാലം നോക്കിയ അമ്മയെ ഞാൻ ഒരിക്കലും ഉപേക്ഷിച്ച് കളയില്ല. അത് കേട്ടപ്പോൾ ശാരിയുടെ കണ്ണ് നിറഞ്ഞു. പിന്നീട് സരിയ പറഞ്ഞ്, ഞാൻ കൺമണിമോൾക്ക് ഇതുകൊണ്ട് കൊടുക്കട്ടെ എന്ന് പറഞ്ഞ് അകത്തേക്ക് കയറിപ്പോയി. ആ കൂടെ ശാരി അങ്ങോട്ടേക്ക് പോയി. അപ്പോഴേക്ക് യാമിനി പറഞ്ഞു, അതെ ഇപ്പോഴത്തെ ഈ മാറ്റമൊന്നും കാര്യമാക്കണ്ട, എപ്പോഴാ തിരിഞ്ഞു കൂത്തുന്ന് പറയാൻ പറ്റില്ല. ചന്ദ്രസേനൻ പറഞ്ഞു, അതൊന്നും ഓർത്ത് യാമിനി നീ പേടിക്കണ്ട. പ്രകാശനം ഉണ്ടായതുപോലൊരു മാറ്റം തന്നെയാ സരയുവിനും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നേ. ഇനിയിപ്പോൾ അവൾ മാറാനൊന്നും പോകുന്നില്ല. രൂപ പറഞ്ഞു, അങ്ങനെ ഇനിയിപ്പോൾ അവൾ മാറുവാണെങ്കിൽ അത് അവളുടെ വിധിയാന്ന് കൂട്ടിയാൽ മതി. അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത്ര നല്ലൊരു ജീവിത സൗഭാഗ്യം ഉണ്ടായിട്ടും ഇനി അവൾക്ക് മാറ്റം സംഭവിച്ചെങ്കിൽ നമുക്കൊന്നും അതിനകത്തിന് പറയാനും ഇല്ല. അപ്പോഴേക്കും
ശാരി സരയും കൂടെ കൺമണിമോളുടെ അടുത്ത് ചെന്നു. കൺമണിമോളെ കോരിയെടുത്ത് കുറെ ഉമ്മയൊക്കെ വെച്ചിട്ട് സരയ പറഞ്ഞു, ദേ മോൾക്ക് വേണ്ടി അമ്മ എന്തൊക്കെയാ വാങ്ങിക്കൊണ്ട് വന്നേക്കുന്നത് നോക്കിയേ. അപ്പോഴേക്കും ശാരി പറഞ്ഞു, മോളെ ഇപ്പം നിനക്ക് നല്ല മാറ്റമുണ്ട്. ഇനി നീ ഒരിക്കലും മാറാൻ പാടില്ല. നിന്റെ ഈ സ്വഭാവം ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകണം. അതേമേ, അങ്ങനെ തന്നെ ഞാനും ആഗ്രഹിക്കുന്നേ. ആ കമ്പനിയിൽ ഒരു ജോലി കിട്ടാന്ന് പറഞ്ഞാൽ അതെൻ്റെ ഒരു ഭാഗ്യം തന്നെയാ. കിരണം കല്യാണി എന്നെ സ്നേഹത്തോടെ കാണുന്നേ. ഇപ്പം എനിക്ക് ഒരു ശത്രു മാത്രമേ ഉള്ളൂ, ആ മനോഹർ. ഏയ് മോളെ, നിനക്ക് കിട്ടിയ ജീവിതം നല്ല രീതിയിൽ ജീവിക്കാൻ നോക്ക്. എനിക്കൊരാഗ്രഹമുണ്ട്, വീട് വെച്ച് രണ്ടമ്മമാരെയും കൊണ്ടുപോകണം. നമുക്ക് സന്തോഷ സമാധാനമായിട്ട് ജീവിക്കണമെന്ന്. പക്ഷെ ഞാൻ എൻ്റെ മോളെ കൊണ്ടുപോകാൻ പോകുന്നില്ല. അതെന്താ സരുനി അങ്ങനെ പറഞ്ഞേ? അങ്ങനെ കൊണ്ടായാലും എങ്ങനെയമ്മ ശരിയാന്നേ? എൻ്റെ ശത്രു ഇപ്പോഴും ജയിലിൽ കിടക്കുക. അവൻ പുറത്തിറങ്ങിയവൻ എനിക്ക് അവനെ ഇല്ലാതാക്കണം. അങ്ങനെ വന്നാൽ പിന്നെ എൻ്റെ മോൾ ഒറ്റപ്പെട്ടു പോകും. രൂപാൻ്റിയുടെയും ചന്ദ്രസേന അങ്കിളുടെ അടുത്താണെങ്കിൽ എൻ്റെ മോൾക്ക് ഒരു കുഴപ്പവും കുറവും സംഭവിക്കില്ല. അതുകൊണ്ട് എൻ്റെ മോള് ഇവിടെ നിന്നാ മതി. ശാരി പറഞ്ഞു, മോളെ നീ അങ്ങനെ കടന്ന് ചിന്തിക്കണ്ട. നീ അവനെ എന്തെങ്കിലും ചെയ്ത് നീ ജയിലിൽ പോയിട്ട് എന്താ പ്രയോജനം ഇരിക്കുന്നത്? ഇല്ലമ്മേ, എനിക്ക് അവനോട് പ്രതികാരം ചെയ്യണം. ഇനി ഒരു പെൺകുട്ടികളുടെ ജീവിതം നശിപ്പിക്കാനും അവൻ തുനിയരുത്. അതൊക്കെ കേട്ടപ്പം ശാരിക്കും ഭയങ്കര വിഷമായി. കുറച്ച് സമയം കഴിഞ്ഞപ്പം ഡ്രസ്സൊക്കെ ആയിട്ട് താരയുടെ അടുത്തേക്ക് വരുവാണ് സരയു. താരയുടെ അടുത്തുനിന്ന് സാരിക്ക് ഡ്രസ്സ് കൊടുത്തിട്ട് ചോദിച്ചു, എങ്ങനെയുണ്ട് ഈ സാരി? ഇഷ്ടപ്പെട്ടോ അമ്മയ്ക്ക്? എനിക്കിഷ്ടപ്പെട്ടു. അതെ, കിരണം കല്യാണി എനിക്കിത് വാങ്ങിക്കാനുള്ള പണം തന്നെ, അഡ്വാൻസ് തുകയൊക്കെ തന്നു. ഞാൻ കൺമണി മോൾക്കും എല്ലാവർക്കും കൊടുത്തിട്ടാണ് വരുന്നത്. അത് കേട്ടതും താരയ്ക്ക് സന്തോഷമായി. താരയോട് പറഞ്ഞു, അമ്മേ ജോലിയൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല രീതിയിൽ തന്നെ ജോലി ചെയ്യണം. ഒരു കാരണവശാലും അവിടെ ഞാൻ ഉഴപ്പാൻ പാടില്ല. അവർക്ക് വേണ്ടിയിട്ട് അവരുടെ കമ്പനി വളർത്തിക്കൊണ്ട് വരാൻ എന്നെക്കൊണ്ട് പറ്റുന്ന സഹായം ഞാൻ ചെയ്യും. ഇത്രയൊക്കെ എനിക്ക് ചെയ്തു തന്നല്ലേ അവര്. ഒരിക്കലും ഈ ഉപകാരം പോലും എനിക്ക് ചെയ്തു തരാൻ പറ്റില്ലാത്ത, കാരണം ഞാൻ അത്ര ദ്രോഹം അവരോട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതുപോലും മനസ്സിൽ വെക്കാതെ അവരെനിക്ക് വേണ്ടി ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ ചെയ്തേ. അപ്പം എനിക്ക് ഒരിക്കലും അവര് മറക്കാനൊന്നും സാധിക്കില്ലമ്മേ. താരം സരുവിനെ ചേർത്ത് പിടിച്ചു. ഇതേ സമയം കല്യാണിയും കാർത്തിയും കൂടെ ഡോക്ടറെ കാണാനായിട്ട് ചെന്നു. പ്രകാശിന്റെ കാര്യത്തെക്കുറിച്ച് അറിയാനൊക്കെ വേണ്ടിയിട്ടാണ് ചെയ്തത്. അങ്ങനെ ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഡോക്ടർ പറഞ്ഞു, എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളോട് സംസാരിക്കാനുണ്ട്. എന്താ ഡോക്ടറെ? നിങ്ങളുടെ അച്ഛന് നിങ്ങൾ സന്തോഷം കൊടുക്കാൻ പറ്റുമെങ്കിൽ മാക്സിമം അത് കൊടുക്കുക. ഒരു കാരണവശാലും ആ മനസ്സിനെ വേദനിപ്പിക്കില്ല. എന്താ ഡോക്ടറെ പറഞ്ഞേ? അത് കഷ്ടിച്ച് അദ്ദേഹം ജീവിതത്തിലേക്ക് തിരികെ വന്നെന്നുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട്, എത്ര നാളിങ്ങനെ ആയുസോടെ ആരോഗ്യത്തോടെ ഇരിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അദ്ദേഹത്തിന് മുമ്പ് ഹാർട്ടിന് പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല, കിഡ്നിയും കരളും ഒക്കെ ഏകദേശം ഫെയിലർ ആയിക്കൊണ്ടിരിക്കുക. അപ്പോഴേക്കും കല്യാണിക്ക് വിഷമമായി. കല്യാണി പറഞ്ഞു, ഒരു കിഡ്നിയുള്ളൂ സാറേ, വരണം. വിക്രത്തിന് അസുഖം വന്നു കഴിഞ്ഞപ്പോൾ വിക്രത്തിന് വേണ്ടി കൊടുത്തു. അതാ പറഞ്ഞത്. ഇനിയിപ്പോൾ അദ്ദേഹം എത്ര നാൾ ജീവിക്കുമെന്ന് പറയാൻ പറ്റൂല. ചിലപ്പോൾ ഡയാലിസിസ് വരെ ചെയ്യേണ്ടി വരും. അങ്ങനെ വന്നാൽ അതിനൊക്കെ സന്നദ്ധമായിട്ട് വേണം നമ്മൾ ഇരിക്കാനായിട്ട്. അപ്പം ഇരിക്കേണ്ട സമയത്ത്, ജീവിക്കേണ്ട സമയത്ത് അദ്ദേഹത്തിന് സന്തോഷം മാത്രമേ കൊടുക്കാവുള്ളൂ. കല്യാണി പറഞ്ഞു, അതൊക്കെ ഞങ്ങൾ ഏറ്റു. കാർത്തികച്ചിട്ട് കല്യാണം കാണുക എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സന്തോഷം. അത് എത്രയും പെട്ടെന്ന് ഞങ്ങൾ നടത്തണം. അങ്ങനെയാണെങ്കിൽ അത് നടത്ത്. അദ്ദേഹത്തിൻ്റെ മനസ്സിന് സന്തോഷം കിട്ടുന്ന ഒരു കാര്യം ഇനി വേണ്ടെന്ന് വെക്കരുത്. കുറച്ച് നാളുകൾ കൂടെ ചിലപ്പോൾ അദ്ദേഹം നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുള്ളൂ. ഇതൊക്കെ കേട്ടപ്പോൾ കാർത്തികയ്ക്കും കല്യാണിക്കും ഭയങ്കര വിഷമായി. അവർ പുറത്തേക്ക് ഇറങ്ങി വന്നപ്പം കാർത്തികയോട് കല്യാണി പറഞ്ഞു, കേട്ടില്ല ഡോക്ടർ പറഞ്ഞ് എത്രയും പെട്ടെന്ന് തന്നെ ചേച്ചിക്കൊരു ആലോചന കൊണ്ടുവരും. ചേച്ചി അതിന് സമ്മതിക്കണം. അച്ഛൻ്റെ ആഗ്രഹം നിറവേറ്റി കൊടുക്കണം. അത് പിന്നെ കല്യാണി, നിനക്കറിയാലോ എൻ്റെ അവസ്ഥ എന്താന്ന്. ഞാനെങ്ങനെ ഇപ്പം ജീവിച്ചു പോകുന്നതെന്ന്. എൻ്റെ അവസ്ഥകളെല്ലാം മനസ്സിലാക്കി ഒരു ചെറുപ്പക്കാരൻ വരുമോ? വരും ചേച്ചി, ഞാനല്ലേ പറയണേ. കല്യാണം അതിഗംഭീരമായിട്ട് നടക്കണം. അച്ഛൻ്റെ ആഗ്രഹം പോലെ തന്നെ അച്ഛന് കൈപിടിച്ചു കൊടുക്കാൻ സാധിക്കണം ചേച്ചിയെ. പക്ഷേ ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു കാർത്തികയ്ക്ക്. ഇത്രയും കാലം കല്യാണം കഴിക്കാതിരുന്നതിൻ്റെ പിന്നിൽ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഓർത്തിട്ടാണ് വിഷമം. കല്യാണി പറഞ്ഞു, അതൊന്നും ഓർത്ത് ചേച്ചി വിഷമിക്കേണ്ട. അച്ഛൻ്റെ സന്തോഷം ഇനിയിപ്പോൾ നമ്മുടെ സന്തോഷം. നമുക്ക് അച്ഛനെ ഒന്ന് പോയി കാണാം എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് പോവാണ്. ആ സമയത്ത് പ്രകാശനെ ഒന്ന് കണ്ണു തുറന്ന് കിടക്കുക, ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ട്. അപ്പോഴേക്കും കല്യാണിയും കാർത്തിയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത്. കല്യാണിയും കാർത്തിയും കണ്ടപ്പോൾ പ്രകാശിന് ഭയങ്കര സന്തോഷമായി. പ്രകാശിന് സന്തോഷത്തോട് കൂടിയിട്ട് അവരെ നോക്കി ഒന്ന് ചിരിക്കുക. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത്.